ഫുള്ളി പാക്ഡ് ആയിട്ടൊരു ടിയാഗോ, അതും ഓട്ടോമാറ്റിക് വാഹനം, 2019 മോഡൽ, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി കേട്ടോ. 55,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. വെൽ മെയിൻറ്റൈൻ ആയിട്ട് കൊണ്ടുവരുന്നതിന്റെ എല്ലാ ക്വാളിറ്റിയും കാണിക്കുന്ന ഒരു വാഹനം കേട്ടോ. അതായത് വണ്ടിയുടെ എല്ലാ ഭാഗത്തും ആ ഒരു ക്ലാരിറ്റി വണ്ടിക്ക് ഉണ്ട്. ഒരു പുത്തൻ വണ്ടി എങ്ങനെ വന്ന് നിൽക്കണോ ആ ഒരു സെറ്റപ്പിലാണ് വണ്ടിയുള്ളത്. മെയിനായിട്ട് ഈ ഒരു വാഹനത്തിന് എടുത്ത് പറയുന്നത് വെച്ചാൽ ഇതിന്റെ കളറാണ് സിൽവർ കളറിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ലുക്ക് ഉണ്ടോ. അപ്പോൾ ഈ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് നോക്കിക്കോ, ബോഡിയുടെ ഒരു ലൈൻസ് നോക്കിക്കോ, എല്ലാം പെർഫെക്റ്റ് ആണ്. അതായത് ഒരു വെൽ പാക്ഡ് വെൽ മെയിൻറ്റൈൻഡ് വാഹനത്തിന് എല്ലാ ഫീച്ചറും അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. ടയറൊക്കെ നോക്കുമ്പോഴല്ലേ ഓവറോൾ ഒരു 70% ടയറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടേക്ക് ഒരു ബ്ലാക്ക് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ മിറേഴ്സിന്. അപ്പോൾ സിൽവർ ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു ഡോർ ഹാൻഡിലിൽ കൊടുത്തിട്ടുണ്ട്. ഡോർ തുറക്കുമ്പോഴായാലും ആ ഒരു പെർഫെക്റ്റ് ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇന്റീരിയർ നോക്കുമ്പോഴായാലും കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, അതും ഹെർമന്റെ സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ സൗണ്ട് ക്ലാരിറ്റി എടുത്ത് പറയുന്നത് കേട്ടോ. ഒരു മ്യൂസിക് ലവേഴ്സിന് ഈ വണ്ടിയിൽ പാട്ട് വെച്ച് പോണ ഫീൽ ഒന്ന് വേറെ തന്നെയാണ്. അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റിംഗ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ് ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് കൊണ്ടടക്കാം. ലേഡീസിനൊക്കെ ഒരു പെർഫെക്റ്റ് വാഹനമാണ് കേട്ടോ. ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഇവിടെയും കാണാവുന്നതാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസ് ആണ് വന്നിട്ടുള്ളത്. ഇന്റീരിയറൊക്കെ ആയാലും ഒട്ടും മുഷിച്ചിട്ടില്ല കേട്ടോ. കമ്പനി സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് എക്സ്ട്രാ കസ്റ്റമൈസ്ഡ് സീറ്റ് കവേഴ്സോടെ വന്നു കഴിഞ്ഞാൽ അതിലും പ്രീമിയം ആയിട്ട് മാറും കേട്ടോ. ബാക്കിൽ ഉൾപ്പെടെ ഈ ട്യൂട്ടേഴ്സിനൊക്കെ ഉള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്പീക്കറിനുള്ള പാഡ് കൂടാണ്ട് അതൊക്കെ ഈ വാഹനത്തിന്റെ സൗണ്ട് ക്വാളിറ്റി മികവ് നൽകുന്നതിന് ഒരു കാരണമാണ് കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഡീഫോക്കസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ബാക്ക് വൈപ്പേഴ്സ് വന്നിട്ടുണ്ട്. ടിയാഗോ HZ എന്നുള്ള വേരിയന്റ് ബാഡ്ജിങ്, കമ്പനി ഇൻബിൽറ്റ് സെൻസേഴ്സ് ഉൾപ്പെടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്പോയിലേഴ്സിന് പകരം ചെറിയൊരു 2 ക്ലാഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല മനോഹരമായിട്ട് നീറ്റ് ആൻഡ് ക്വാളിറ്റി ലുക്കിലാണ് വണ്ടിയുള്ളത്. നല്ല ഒതുക്കമുള്ളൊരു വാഹനമാണ് ടിയാഗോ. അപ്പോൾ ഈ സൈഡ് നോക്കുമ്പോഴെല്ലാം കറക്റ്റ് ബോഡി ലൈൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ വാഹനത്തിന്റെ എഞ്ചിൻ റൂം തുറന്ന് കാണിച്ചു തരാം. എഞ്ചിൻ റൂം നോക്കുമ്പോൾ തന്നെ തുറക്കുമ്പോൾ തന്നെ ആ ഒരു ഫ്രഷ് സ്മെല്ല് വേണ്ടെന്ന് പറയട്ടോ. അതായത് ഒരു പുത്തൻ വാഹനത്തിന്റെ കമ്പനി വരുമ്പോൾ നമുക്ക് തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഇതിൽ കിട്ടുന്നുണ്ട്. ബാറ്ററിക്ക് SF സോണിക്കിന്റെ ബാറ്ററിയും കാര്യങ്ങളാണ് വന്നിട്ടുള്ള. ഒരു സിംഗിൾ ഓയിൽ ലീക്കോ ഡാമേജ് നമുക്ക് കാണാനായിട്ടില്ല കേട്ടോ. പേസ്റ്റിങ്ങളായിക്കോട്ടെ എന്ത് തന്നെ ആയാലും ഒരു തരത്തിലുള്ള ഡാമേജ് സംഭവിച്ചിട്ടില്ല. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ സംഭവിക്കാത്ത വാഹനമാണ്. കൂളന്റെ ഒക്കെ ഒരു ബ്ലൂ കൂളന്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനം അതായത് ടിയാഗോ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പിൽ ലോ കിലോമീറ്ററുള്ള ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 4,30,000 രൂപയാണ്. അതിൽ 4 ലക്ഷം രൂപ നമുക്ക് ബാങ്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ വാഹനം ഫിനാൻസിൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. റെഡി ക്യാഷാണ് അങ്ങനെ കേട്ടോ. ഏകദേശം ഒരു 30,000 ഡൗൺ പേയ്മെന്റ് വണ്ടി സ്വന്തമാക്കാൻ സാധിക്കും. 4 ദിവസത്തിനുള്ളിൽ വണ്ടിക്ക് ഫിനാൻസ് അപ്രൂവ് ചെയ്ത് വണ്ടി കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ലോ ഡൗൺ പേയ്മെന്റിൽ ലോ മെയിൻ്റെനൻസിൽ ഹൈ ക്വാളിറ്റി കൊണ്ടുനടക്കാൻ പറ്റിയ നല്ലൊരു ഓട്ടോമാറ്റിക് ഒതുക്കമുള്ള ഒരു വാഹനം കേട്ടോ. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോ. കോൺടാക്ട് നമ്പർ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കാം. അടുത്ത വീഡിയോയിൽ ബൈ ബൈ.